നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരേ നാരായണി നമോസ്തുതേ. ഉമഹാദേവേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ അധ്യായം 3 24 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. സൂതൻ പുരാണങ്ങളും ഉപപുരാണങ്ങളുമെല്ലാം പേര് പറഞ്ഞ് വിസ്തരിച്ച് ഋഷിമാരെ പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഓരോ മന്വന്തരത്തിലും ദ്വാപരയുഗത്തിൽ വ്യാസൻ ഓരോ പേരിൽ ജനിക്കുന്നു. അദ്ദേഹം പുരാണങ്ങൾ രചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 27 വ്യാസന്മാർ ഇതുവരെ ജനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൂതൻ്റെ ഗുരുവും സത്യവതി പുത്രനുമായ വ്യാസൻ ദ്വാപരം തുടങ്ങുമ്പോൾ ദ്രൗണി എന്ന പേരിൽ ജനിക്കും. അതും ഋഷിമാരെ അറിയിക്കുന്നു. യുഗം തോറും ഈ ജനിക്കുന്ന വ്യാസന്മാരെല്ലാം പുരാണ സംഹിത രചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഋഷിമാർ ചോദിക്കുകയാണ് സൂതനോട്. ശ്ലോകം 25. ബ്രൂഹി സൂതമഹാഭാഗ വ്യാസാപൂർവയുഗോദ്ഭവാഃ വക്താരസ്തു പുരാണാനാം ദ്വാപരേ യുഗേ. മഹാഭാഗ്യവാനായ സൂത, കഴിഞ്ഞ ഓരോ ദ്വാപരയുഗത്തിലും പുരാണ വക്താക്കളായിരുന്ന വ്യാസന്മാർ ആരെല്ലാമാണെന്ന് പറയൂ. സൂത ഉവാച. ശ്ലോകം 26, 27, 28, 29, 30 ഇത്രയും ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് നോക്കാം. ശ്ലോകം 26. ദ്വാപരേ പ്രഥമേ വ്യസ്ത സ്വയം വേദ സ്വയം ഭുവ പ്രജാപതിർദ്വിതീയേ തു ദ്വാപരേ വ്യാസകാര്യകൃത്. തൃതീയോ ശോചന വ്യാസ ചതുർത്ഥേ തു ബൃഹസ്പതി പഞ്ചമേ സവിതാ വ്യാസ ഷഷ്ഠേ മൃത്യുസ്തു ദ്വാപരേ. മഘവാ സപ്തമേ പ്രാപ്തേ വസിഷ്ഠസ്ത്വഷ്ടമേ സ്മൃതഃ സാരസ്വതസ്തു നവമേ ത്രിധാമാ ദശമേ തഥാ. ഏകാദശേധതൃവൃഷോ ഭരദ്വാജസ്തതഃ പരം ത്രയോദശേ ചാന്തരീക്ഷോ ധർമ്മച്ഛാപി ചതുർദശേ ത്രയ്യാരുണി പഞ്ചദശേ ഷോഡശേ തു ധനഞ്ജയഃ മേധാതിഥിഃ സപ്തദശേ വ്രതീഹ്രഷ്ട്രാദിശേ തഥാ. ഒന്നാമത്തെ ദ്വാപരയുഗത്തിൽ ബ്രഹ്മാവ് സ്വയം വേദങ്ങളെ വിഭജിച്ചു. രണ്ടാമത്തെ ദ്വാപരയുഗത്തിൽ പ്രജാപതിയാണ് വ്യാസൻ്റെ കർമ്മം നിർവഹിച്ചത്. മൂന്നാമത്തേതിൽ ഉശനസ്സായിരുന്നു വ്യാസൻ. നാലാമത്തേതിൽ ബൃഹസ്പതി എന്ന പേരോടുകൂടി. അഞ്ചാമത്തേതിൽ സവിതാവ്. ആറാമത്തെ ദ്വാപരത്തിൽ മൃത്യു. ഏഴാമത്തേതിൽ മഘവാൻ എന്ന നാമത്തിൽ ജനിച്ചു. എട്ടാമത്തേതിൽ വസിഷ്ഠൻ. ഒൻപതാമത്തേതിൽ സാരസ്വതൻ. പത്താമത്തേതിൽ ത്രിധാമാവ്. 11ാമത്തേതിൽ ത്രിവൃഷൻ. 12ാമത്തേതിൽ ഭരദ്വാജൻ. 13ാമത്തേതിൽ അന്തരിക്ഷൻ. 14ാമത്തേതിൽ ധർമ്മൻ എന്ന പേരോടുകൂടി. 15ാമത്തേതിൽ ത്രയ്യാരുണി. 16ാമത്തേതിൽ ധനഞ്ജയൻ. 17ാമത്തേതിൽ മേധാതിഥി. 18ാമത്തേതിൽ വൃതി. ഈ പേരുകളോടുകൂടിയാണ് ജനിച്ചത്. 31, 32, 33 ശ്ലോകങ്ങൾ.
അത്രിരേകോന വിംശേധ ഗൗതമസ്തു തതഃ പരം ഉത്തമച്ഛൈക വിംശേധ ഹര്യാത്മാ പരികീർത്തിതഃ വേനോ വാജസ്രവാച്ഛൈവ സോമോ അമുഷ്യാണസ്തഥാഹ തൃണബിന്ദുസ്തഥാ വ്യാസോ ഭാർഗവസ്തു തതഃ പരം തത്ര ശക്തിർജാതുകർണ്യ കൃഷ്ണദ്വൈപായനസ്തതഃ അഷ്ടവിംശതി സംഖ്യേയാം കഥിതായ മയാ ശ്രുതാ. 19-ാമത്തേതിൽ അത്രി എന്ന പേരോടുകൂടി, 20-ാമത്തേതിൽ ഗൗതമൻ, 21-ാമത്തേതിൽ ഉത്തമൻ, പിന്നെ വേനൻ എന്ന നാമത്തോടുകൂടി ജനിച്ചു. വാജസ്രവസ, സോമൻ, അമുഷ്യായണൻ, തൃണബിന്ദു, ഭാർഗവൻ, ജാതുകർണ്യൻ, കൃഷ്ണദ്വൈപായനൻ ഈ പേരോടുകൂടി അടുത്തതായിട്ട് വ്യാസൻ ജനിച്ചു. ഞാൻ കേട്ടിട്ടുള്ളത് ഈ 28 പേരാണ്. അത് ഞാൻ ഭവാന്മാരോട് പറഞ്ഞു. സൂതൻ അറിയിക്കുകയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.